ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം മലപ്പുറം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ കാണാം കൊണ്ടോട്ടിയിൽ. ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഞാൻ അരുൺകുമാർ, എനിക്കൊപ്പമുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ജാക്കി. നമ്മൾ മണ്ഡലങ്ങളിലൂടെയുള്ള അശ്വമേധം പര്യടനം തുടരുന്നു. കൊണ്ടോട്ടിയിലെ മനുഷ്യരുടെ മനസ്സിൽ എന്താണ്, മലപ്പുറത്തിന്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അശ്വമേധം റിപ്പോർട്ടർ തത്സമയം കൊണ്ടോട്ടിയിൽ നിന്നും. അയ്യോ, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. മത്സരം ഇത്തവണ കനക്കുമോ അതല്ല ഫൈറ്റ് ഉണ്ടാവും? ബംഗാളി ഹേനാ ഭയ്യ? ശരി, വസീഫ് എത്തിയിട്ടുണ്ട്. വസീഫ്, വെരി ഗുഡ് മോർണിംഗ്. വസീഫേ, സന്തോഷമുള്ള കാര്യം ആദ്യമേ പറയണ്ടേ? വസീഫിനെ ഈ കുതിരപ്പുറത്ത് ഞാൻ കേട്ടു. അത് വേണ്ട. E.T. മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം മണ്ഡലമാണ്. പക്ഷെ വസീഫ് വന്നതോടുകൂടി ചിത്രം മാറി എന്ന് കേൾക്കുന്നു. ശരിയാണോ? ഇവർ പറയുന്നത് ചോദിച്ചു വാങ്ങിയല്ല, പൊന്നാനിന്ന് ഒളിച്ചോടിയതാന്ന് പറയുന്നത്. ഇതൊന്ന് പിടിച്ച് നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. ഒരു സാഹസികമായ പണിയാണ്. ഓക്കെ, താങ്ക് യു. കൊണ്ടോട്ടിയിൽ എവിടെ ചേട്ടാ നല്ല ചായ കിട്ടുന്ന സ്ഥലം? മലപ്പുറം അല്ലേ, മറിയുമോ, ഇവിടെ ജയിക്കുമോ? വസീഫ് എന്തിനാ അല്ലേ അങ്ങനെ ഒരു സംശയം അരുണേട്ടന് ചെറുപ്പുണ്ടാവും. ആദ്യ ഘട്ടം തന്നെ നമ്മള് എല്ലാവരെയും ഒന്ന് കൈവീശി കാണിച്ചു. ഇനി എല്ലാവരിലേക്കും നമ്മൾ ചെല്ലും. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണ് ഒരു നാടിന് സ്വീകാര്യനാകുന്നത്, അതുപോലെ അവർക്ക് 24/7 ആക്സസിബിൾ ആയിരിക്കും. ഇവരെ നമ്മൾ ഇവിടെ നിർത്തിയ പ്രശ്നം, ക്യാരറ്റ് കണ്ടാൽ ജാക്കിക്ക് പ്രശ്നമാണ്. സമസ്തയെ കണ്ട് CPM-നുള്ള ആഗ്രഹം പോലെയാണ് ക്യാരറ്റ് കണ്ടാൽ കുതിരയ്ക്കുള്ള ആഗ്രഹം. കൊടിമരം റോഡ് കൊണ്ടോട്ടിയിലുള്ള ഹോട്ടൽ മതിയിലെ ചായ കൊള്ളാമോ എന്ന് നമ്മളിപ്പോ പറയും കേട്ടോ. ഒന്നുകിൽ കട പൂട്ടും, ഇല്ലെങ്കിൽ കട ഓടും. നാട്ടുകാര് ദയവായിട്ട് കണ്ടോണ്ടിരിക്കുക. നമുക്ക് രാഷ്ട്രീയം പറയാം. പുതിയൊരു മാറ്റം വരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വേണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പാണ്. 2020 അടിക്കും ഇടതുപക്ഷം. എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണ കിട്ടും. കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള അംഗത്തിന്റെ പ്രതികരണം കൂടിയാണ്. മുന്നേറ്റത്തിന്റെ കാര്യം വരുമ്പോഴേ നോക്കൂ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മുത്തലാഖ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയിൽ കാണണമായിരുന്നു. നമസ്കാരം ചേട്ടാ, രാവിലെ കടയിലേക്ക് വന്നതാണോ? അതെ. എങ്ങനെയാ ഇവിടുത്തെ മൊത്തത്തിലൊരു രാഷ്ട്രീയ നിലവാരം? ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇതിഹാസ പുത്രനാണ് E.T. അജയ്യനായ സമര നായകനാണ് E.T. മുഹമ്മദ് ബഷീർ. ഞങ്ങളെ കൊണ്ടോട്ടിക്കാരെ ഇത്ര കാണാൻ പഠിക്കാൻ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നതിന്റെ സന്തോഷത്തിൽ E.T. മുഹമ്മദ് ബഷീർ ധാരാളം ചെറുപ്പക്കാർ വരുന്നൊരു മേഖലയാണ്. അവർ വിദ്യാഭ്യാസമായി മുന്നിലേക്ക് വരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ അവകാശം, ന്യൂനപക്ഷങ്ങളുടെ റൈറ്റ് കൊടുക്കാറുണ്ടായിരുന്നില്ല. ലീഗ് ഒറ്റയ്ക്ക് നേടിയതാണ്. ലീഗ് UDF നേടിയതാണ്. UDF-ന്റെ പൊളിറ്റിക്കൽ വിജയമാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF-ന്റെ ഗവൺമെന്റ് അത് ആർദ്രതയുടെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇത് രൗദ്രതയുടെ അല്ലെങ്കിൽ ആവിധത്തിലുള്ള രൗദ്രഭാവം. ആർദ്രതയുടെ കാലമായിരുന്നു UDF-ന്റേതെങ്കിൽ രൗദ്രതയുടെ കാലമാണ് LDF-ന്റേത് എന്ന് പറയുന്ന പഴയ പ്രാസംഗികന് ഓർമ്മ വരുന്നു. താങ്ക് യു E.T. അപ്പോ കൊണ്ടോട്ടി ഉണർന്നു, മലപ്പുറം ഉണർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം വിറ്റത് പൊന്നാനിയിലെ. നിലവിലുള്ള MP ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവരെ പോലും ഇപ്പോഴും പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള ഇന്ന് കൊണ്ടോട്ടിയിൽ വെച്ചാണ് ചർച്ച. കുരുക്ഷേത്രം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. വൈകുന്നേരം 6:30. കൊണ്ടോട്ടിയിലെ രാഷ്ട്രീയ ചൂട് മനസ്സിലായല്ലോ. ആസിഫാണെങ്കിലും ജാഫറും നല്ല വാദം രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഉന്നയിച്ചു. പക്ഷേ നോക്കൂ, തോളിൽ കൈയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയം, അതാണ് കൊണ്ടോട്ടി. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭവാർത്താ ദിനം ആശംസിച്ചുകൊണ്ട് ഞാനും ജാക്കിയും യാത്ര തുടരുന്നു. നാളെ നമ്മൾ കണ്ടുമുട്ടുക പൊന്നാനിയിലായിരിക്കും.